ഹായ് എവരിവൺ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു കുറ്റകൃത്യം നടന്നു, പ്രതിക്കെതിരെ കുറ്റങ്ങളൊക്കെ ചുമത്തി കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വിക്ടിമും പ്രതിയും തമ്മിൽ ഒരു സെറ്റിൽമെന്റിൽ എത്തുന്നു. അങ്ങനെയെങ്കിൽ വിക്ടിമിന് പ്രതിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് കേസ് അവസാനിപ്പിക്കാൻ കഴിയുമോ? പറ്റും, ബട്ട് അതൊരു കോമ്പൗണ്ടബിൾ ഒഫൻസ് ആയിരിക്കണം. ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ ഒഫൻസസിനെ ബേസിക്കലി 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ്. കോമ്പൗണ്ട് എന്നുള്ളത് കോംപ്രമൈസ് ആണെന്നൊന്ന് കരുതിയാൽ സിമ്പിൾ ആയി. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസസ് ആണ് കോമ്പൗണ്ടബിൾ ഒഫൻസസ്. ഇതിൽ വിക്ടിമും അക്യൂസറും തമ്മിൽ ഒരു സെറ്റിൽമെന്റിൽ എത്തിയാൽ വിക്ടിമിന് അക്യൂസിനെതിരെയുള്ള എല്ലാ ചാർജസും വിഡ്രോ ചെയ്യാം, അലിഗേഷൻസ് ഡിസ്മിസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഹാസ് എ സെയിം എഫക്ട് ഓഫ് അക്യൂട്ടൽ. FIR ഫയൽ ചെയ്യുന്നതോ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒന്നും കേസ് കോമ്പൗണ്ട് ചെയ്യുന്നതിന് ഒരു തടസ്സമല്ല. നൗ ഈ 2 ടൈപ്പ് ഓഫ് ഒഫൻസസിനെ ജനറലി നമുക്ക് 4 ഗ്രൗണ്ട്സിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ക്രൈം. തെഫ്റ്റ്, ചീറ്റിംഗ്, ഡിഫമേഷൻ പോലെ സീരിയസ്നെസ് കുറച്ച് കുറവുള്ള ഒഫൻസസ് ആണ് ഇതിൽ പെടുന്നത്. BNSS സെക്ഷൻ 359 കോമ്പൗണ്ടബിൾ ഒഫൻസസ് കൃത്യമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഇല്ലാത്ത എല്ലാ ഒഫൻസസും നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് ആണ്. വളരെ സീരിയസ് നേച്ചറിലുള്ള റോബറി, കിഡ്നാപ്പിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. സെക്കൻഡ് വൺ ഈസ് അഫക്റ്റഡ് പാർട്ടീസ്. കൂടുതലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെയാണ് കോമ്പൗണ്ടബിൾ ഒഫൻസസ് അഫക്ട് ചെയ്യുന്നത്. ബട്ട് ഇതിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനൊപ്പം ഹോൾ സൊസൈറ്റിയെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടബിൾ ഒഫൻസസിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ജനറലി കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിൽ പാർട്ടി സ്റ്റേറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടബിൾ ഒഫൻസസിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ജനറലി കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിൽ പാർട്ടി സ്റ്റേറ്റുമായിരിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് കോമ്പൗണ്ടബിൾ ഒഫൻസസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കോടതിയുടെ പെർമിഷനോടുകൂടെയും ഇല്ലാതെയും കോമ്പൗണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. BNSS സെക്ഷൻ 359 ക്ലോസ് 1 ഫസ്റ്റ് ടേബിളിൽ കോർട്ട് പെർമിഷൻ ഇല്ലാതെ കോമ്പൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒഫൻസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി നോൺ കോഗ്നിസബിൾ ഒഫൻസസ് ആയിരിക്കും അത്. അത്തരം കേസുകളിൽ കോടതിയിൽ ഒരു കോമ്പൗണ്ടിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ മതിയാവും. സെക്കൻഡ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കോടതിയുടെ പെർമിഷനോട് കൂടെ കോമ്പൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരം കേസുകളിൽ കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ കോമ്പൗണ്ടിംഗ് പെറ്റീഷന് പുറമെ സാങ്ഷൻ പെറ്റീഷൻ കൂടെ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇനി വിക്ടിം ഒരു മൈനറായ വ്യക്തിയോ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തിയോ ആണെങ്കിലോ അത്തരം കേസുകളിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഗാർഡിയന് കോടതിയുടെ അപ്രൂവലോട് കൂടെ കേസ് കോമ്പൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി കമ്മിങ് ടു നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ്, വിക്ടിമിനും അക്യൂസറും തമ്മിൽ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഓപ്ഷനേ ഇല്ല. അത്തരം കേസുകളിൽ കോമ്പൗണ്ട് ചെയ്യാൻ അനുവാദം നൽകാൻ കോടതിക്ക് അധികാരവുമില്ല. എന്നാൽ BNSS സെക്ഷൻ 520 പ്രകാരം ഹൈക്കോർട്ട് ഹാസ് ആൻ എക്സെപ്ഷണൽ ആൻഡ് ഡിസ്ക്രിഷണറി പവർ ടു ക്വാഷ് ദ പ്രൊസീഡിംഗ്സ് ഓഫ് ദ കേസ്. എങ്കിൽ പോലും മർഡർ, റേപ്പ് പോലെ വളരെ ഹീനിയസ് ക്രൈംസ് ക്വാഷ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട പല ജഡ്ജ്മെന്റ്സിലൂടെയും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.